പിന്നില്ലേ ഈ കാണുന്നത് ബാലചന്ദ്രമേനോൻ്റെ ഫിഗറൊന്നുമല്ല കേട്ടോ. തലയും കുത്തി താഴെ വീണപ്പോൾ തല തുന്നി കെട്ടിയിരിക്കുന്ന ഒരു ഇരിപ്പാണ് അത്. ഇന്ന് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ക്ലിനിക്കിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. വീട്ടിലെ ഇടവഴി എന്ന് പറയുന്നത് പുഴ പോലെ വെള്ളം ഒഴുകുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഇത് നീന്തി വേണം നമുക്ക് ക്ലിനിക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ക്ലിനിക്കിലേക്ക് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. പിന്നെ ഒരു 3-4 ദിവസമായിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. വണ്ടിയൊന്നും എടുത്തില്ല, നടന്നു പോയി. ഈ ലക്ഷണം കെട്ട വഴി കൂടെ വേണം നടന്നു പോകാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ഒരു 200 മീറ്ററോളം ഈ വെള്ളത്തൂടെ ഇങ്ങനെ നീന്തി വേണം റോഡുമ്മൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളമൊക്കെ നീന്തി കയറി റോഡുമ്മലെത്തി റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാനും എൻ്റെ കെട്ടിയോളും കൂടി ഇങ്ങനെ കുടയൊക്കെ ചൂടി, മഴയൊന്നുമില്ല എങ്കിലും വെറുതെ ഒരു കൊടിയൊക്കെ ചൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ബസ്സുകളൊക്കെ ബ്ലോക്കായതുകൊണ്ട് ഇതുവഴിയാണ് പോകുന്നത്. കൊയിലാണ്ടി റൂട്ടിലൊക്കെ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് കണ്ണൂർ കോഴിക്കോട് ബസ്സൊക്കെ ഇതുവഴി ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങ് പോകും. അതാകുമ്പോൾ അവർക്ക് ബ്ലോക്കൊക്കെ ഒഴിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉള്ള പോക്കാണ്. തലങ്ങും വിലങ്ങും ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ക്ലിനിക്കിലെല്ലാം പോയി തിരിച്ചു വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ പുല്ല് കണ്ടപ്പോൾ കെട്ടിയൊക്കെ ഒരു ആഗ്രഹം. ചെറിയ പശുക്കുട്ടികളുണ്ട് വീട്ടിൽ, അതിന് പുല്ല് കൊടുക്കാൻ വേണ്ടി പറിക്കാൻ വേണ്ടി. അങ്ങനെ പുല്ലൊക്കെ പറിച്ച് വീണ്ടും ലക്ഷണം കെട്ട വഴി കൂടെ പുല്ലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു വരിക. തലയിലെ കെട്ടിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കെട്ട് ചെറുതാക്കി കെട്ടിയിട്ടുണ്ട്. കല്യാണ സമയത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വഴി വെച്ചൊരു സൂചനാ ബോർഡായത്. ഇത് പോസ്റ്റ്മേൽ മഴയൊക്കെ കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ചെറിയൊരു ഭാഗം അവിടെ എപ്പോഴും കിടക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഒരു രസം തോന്നി, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തോന്നി. അങ്ങനെ വരുന്ന വഴി വെള്ളത്തിൽ നിന്ന് നമുക്കൊരു തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. തേങ്ങയൊക്കെ ഗംഭീര വിലയാണ്. അങ്ങനെ തേങ്ങയും പുല്ലൊക്കെ ആയിട്ട് വീട്ടിലെത്തി പുല്ല് നമ്മളെ പശുക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 വലിയ പശു, അതിൻ്റെ 2 കുട്ടികളാണ് ഉള്ളത്. ഇത് രണ്ടും കുട്ടന്മാരാണ്. ഇവർക്ക് വലിയ ആയുസ്സൊന്നുമില്ല. അധികം വൈകാണ്ട് തന്നെ ഇറച്ചിപ്പിടിയിലേക്ക് എത്തും. കുറച്ച് വലുതായ പിന്നെ ഇവരെ പരിപാലിക്കാൻ നമുക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേഗം കൊടുത്തൊഴിവാക്കും. ഈ കാണുന്ന ഭാഗമാണ് നമ്മളെ തലയെ കെട്ട് സമ്മാനിച്ച ഭാഗം. ഈ കാണുന്ന ദാർപ്പായി കെട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന കഴുങ്ങൽ വലിഞ്ഞ് കയറി ഇതുപോലെ കയറ് കെട്ടാൻ വേണ്ടി ഏണി വെച്ച് കയറിയപ്പോൾ അവിടുന്ന് തലയും കുത്തി താഴെ വീണ് ആ കാണുന്ന കല്ലിനോട് തലയടിച്ചു പോയി. അങ്ങനെയാണ് നമ്മൾ തലയ്ക്ക് തുന്നിക്കെട്ട് ഉണ്ടായത്. ഈ കാണുന്ന ഉയരമല്ല, നല്ല ഉയരത്തിലായിരുന്നു കയറിയത്. ഇത് പിന്നെ ഏണിമെന്നൊക്കെ വീണതിന് ശേഷം അങ്ങനെ ചെറുതാക്കി കെട്ടിയതാണ്. നമ്മുടെ കെട്ടിൻ്റെ രൂപം ഇപ്പോൾ ഏകദേശം ഇതുപോലെ ചെറുതായി വന്നിട്ടുണ്ട്. ചെറിയൊരു കെട്ടാക്കി മാറ്റിയിട്ടുണ്ട്. കർക്കിടക മാസം മഴയത്ത് തലയ്ക്ക് തുന്നിക്കെട്ടൊക്കെ ആയിട്ട് വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാൻ നല്ല രസമാണ്. ഇടയിലൂടെ പോകുന്ന വെള്ളമൊക്കെ നോക്കി പുഴ പോലെ ഒഴുകുന്ന വെള്ളമൊക്കെ കണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുക വെറുതെ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇപ്പോൾ. പിന്നെ നമ്മൾ തലയെക്കെട്ട് കാണാൻ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേക്കറി, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ തിന്നിരിക്കുക. ഇങ്ങനെ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഇതൊക്കെ തിന്നുമ്പോഴാണ് നമ്മളെ മുറിവിൻ്റെ വേദനയൊക്കെ ഒരാശ്വാസം തോന്നുന്നത്. അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് 3-4 ദിവസത്തെ റെസ്റ്റൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ പോരാ, ഇതേപോലെയുള്ള കുറേ ഗുളികകളും നമുക്ക് കഴിക്കാനുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് 3-4 ദിവസത്തെ റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ റെസ്റ്റ് ഇങ്ങനെ തുടരുകയാണ്.